അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ 10 മടങ്ങ് വർഷങ്ങൾക്കപ്പുറം വരുന്ന നേതാവാണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്കതിന്റെ മഹത്വം ഇനിയും അറിഞ്ഞിട്ടില്ലേ? ഇനിയും ഞങ്ങൾക്കതിന്റെ ബഹുമാനം അറിഞ്ഞിട്ടില്ലേ? ഇനിയും അതിന്റെ ശ്രേഷ്ഠത ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലേ? ഞങ്ങൾക്കുള്ള പവർ ലോകത്ത് ഇതിന് മുമ്പ് ആർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്? ഞങ്ങൾക്കുള്ള പവർ ലോകത്ത് ഇന്നുവരെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഇന്നുവരെ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഇനി ആർക്ക് കിട്ടാനുണ്ട്? ഇതുവരെ ആർക്കും കിട്ടാത്ത, ഇനിയും ആർക്കും കിട്ടാൻ പോകാത്ത വലിയ ശ്രേഷ്ഠതയുടെ ഉടമകളാണ് ഈ സ്വലാത്തിന്റെ സദസ്സുകളിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം. ഞാൻ പറഞ്ഞുവല്ലോ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ വരുന്ന ലക്ഷക്കണക്കിന് പ്രവാചകരും അവസാനത്തെ നബിയാകുന്ന അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി വരുന്ന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കാനും ഇത്രമാത്രം ബഹുമാനിക്കാനും കാരണം എന്താണ്? അല്ലാഹു തആല അല്ലാഹുവിന്റെ നാമത്തോട് ചേർത്ത് പറഞ്ഞു എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് നബിമാർ വന്നിട്ടുണ്ടെങ്കിൽ അവരെ പ്രവാചകരായി മാത്രം അയച്ചിട്ടുള്ളവരാണ്, അവരൊരു നബിയുടെ ദൗത്യമായിട്ട് അയച്ചിട്ടുള്ളവരാണ്. പക്ഷേ നമ്മുടെ മുത്തായ നബി തങ്ങളെ അല്ലാഹു തആല അയച്ചിട്ടുള്ളത് ഒരു പ്രവാചകനായിട്ട് മാത്രമല്ല, ഒരു നബിയായ ദൗത്യം മാത്രം നിർവഹിച്ചു വരണം എന്നുള്ളതല്ല. ഈ പ്രവാചകനെ ഞാൻ ദുനിയാവിലേക്ക് അയച്ചു കൊടുത്താൽ ദുനിയാവിന്റെ സകലമാന്മാരും എല്ലാ ജനങ്ങളും ജീവജാലങ്ങളും ഈ പ്രവാചകരെ വല്ലാതെ സ്നേഹിക്കണം, വല്ലാതെ കൊണ്ടു നടക്കണം, വല്ലാതെ ഹുബ്ബ് വെക്കണം എന്നുള്ള ഉദ്ദേശം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട കാഴ്ചകളെ പറ്റി മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് തൗബ ചോദിക്കുമ്പോൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്, ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി തങ്ങളെ കൊണ്ട് എനിക്ക് പുറത്ത് കിട്ടണം റബ്ബേ, നബി തങ്ങളെ കൊണ്ട് എനിക്ക് മാപ്പ് കിട്ടണം റബ്ബേ എന്ന് പൊരുത്തം യാചിച്ചപ്പോൾ, മാഫിനെ യാചിച്ചപ്പോൾ അല്ലാഹു തആല ചോദിച്ചുവല്ലോ, എങ്ങനെയാ